BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. Ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ഡി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. Royal, the complete family shopping near Private Bus Stand, തൊടുപുഴ. Spendex Industries Designer Tiles near Kaniyamuri Bridge, കാഞ്ഞിരമറ്റം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ചെറുകുന്നൽ നഴ്സറി, KCB സബ്സ്റ്റേഷനു സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. Duton LED Lighting Live. ഈ ഉത്സവം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഹാപ്പി ദീപാവലി. റിലയൻസ് ഹൈ പർച്ചേസ് കമ്പനി ലിമിറ്റഡ്, പുളിമൂട്ടിൽ ബിൽഡിംഗ്, ഫസ്റ്റ് ഫ്ലോർ, D11, ഓപ്പോസിറ്റ് കളരിക്കൽ ബസാർ, പാലാ റോഡ്, തൊടുപുഴ. ഓഹോ, പൈൽസ് ആണല്ലേ? ഹരിദ്ര കഴിക്കിഷ്ട. ഹരിദ്ര പൈൽസിനുള്ള ആയുർവേദ ഫോർമുല. Admissions open for the year. Kamalgiri Public School, Munnar. The right choice for the bright future. നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. മുതലക്കടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും LDF വിജയിച്ചു. 1000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവർ വിജയിച്ചത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് കനുവ് എന്ന പേരിൽ മാസം 1000 രൂപ വീതം നൽകുവാനുള്ള ഉത്തരവാദിത്വം ജോമോൻ ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തതായി ട്രസ്റ്റ് ചെയർമാൻ PJ ജോസഫ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തേനീച്ച കർഷകർ പ്രതിസന്ധിയിലാണെന്ന് കേരളം ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. തേനീച്ച കർഷകരെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ പ്രളയ ദുരിതത്തിൽ കഴിയുന്നവരെ സഹായിക്കുന്നതിനായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ ദുരിതാശ്വാസ വിതരണം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പെരിയാർ കയ്യേറി സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മിക്കുന്നതായി പരാതി. ഏലപ്പാറ പഞ്ചായത്തിലെ 8ാം വാർഡിൽപ്പെട്ട ഹെലിബറിയ 1ാം നമ്പറിലാണ് പാലാ സ്വദേശിയായ സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മിക്കുന്നത്. പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. വാർത്തകൾ വിശദമായി. മുതലക്കടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും LDF വിജയിച്ചു. 1000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവർ വിജയിച്ചത്. സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും കെൽപ്പില്ലാതെ UDF മുതലക്കടത്ത് ദുർബലമായതിന്റെ നേർസാക്ഷ്യവുമായിരുന്നു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്. ഭരണസമിതിയിലേക്ക് നിലവിലുള്ള പ്രസിഡന്റ് VB ജമാൽ, ജോസഫ് വർഗീസ്, ജോർജ് ജോസഫ്, ബീന ചാക്കോ, MN മനോഹരൻ, ഷാജി മാത്യു, KKR റഷീദ്, KS ഫാത്തിമ, മേഴ്സി സാന്റോ, ഷിജി ബാബു, KK അജിമോൻ എന്നിവരാണ് വിജയിച്ചത്. മുതലക്കടം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തങ്കച്ചൻ പാറത്തലക്കൽ, CJ ചാക്കോ, MB ഷൗക്കത്തലി, MB ഷാജി, MJ ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്ത് സഹകരണ സംരക്ഷണ മുന്നണിയുടെ ഭാരതത്തിൽ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതി ബാങ്കിന്റെ പുരോഗതിക്കും സഹകാരികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി
വലിയ പരിശ്രമം നടത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട ഭൂരിപക്ഷം എതിരാളികൾക്കൊക്കെ തുച്ഛമായ വോട്ടുകൾ മാത്രമാണ് ലഭിക്കുന്നത്. എതിരാളികൾ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ വലിയ പാനലുണ്ടാക്കാനും UDF-ഉം BJP-യും ഒക്കെ സഖ്യമുണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നു. ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പ് സഖ്യം. UDF-ഉം BJP-യും തമ്മിലാണ് എല്ലായിടത്തും സഖ്യം. തൊടുപുഴ മുനിസിപ്പാലിറ്റി ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 13 സീറ്റും UDF-ന് 16 സീറ്റും ലഭിച്ചു. അന്ന് വേണമെങ്കിൽ BJP-ക്കാർ ഞങ്ങളെ പിന്തുണയ്ക്കാമെന്ന് നിലപാടെടുത്തു. ഞങ്ങൾ പറഞ്ഞത് വേണ്ടെന്നാണ്, നിങ്ങളുടെ പിന്തുണയും വേണ്ട. അങ്ങനെ പിന്തുണച്ച് ജയിച്ചാൽ പോലും ആ സെക്കൻഡിൽ ഞങ്ങൾ രാജ്യമുണ്ട്. കാരണം അത് ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് കനിവ് എന്ന പേരിൽ മാസം 1000 രൂപ വീതം നൽകുവാനുള്ള ഉത്തരവാദിത്തം ജോമോൻ ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തതായി ട്രസ്റ്റ് ചെയർമാൻ PJ ജോസഫ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ 1500ഓളം പാലിയേറ്റീവ് രൂപ, അതിൽ 700 പേർ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത നിർധനരാണ്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ഞാൻ ചില വീടുകൾ അന്വേഷിച്ചപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ മതിയാകുന്നത്. അത് ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയാണ് ജോമോൻ ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്. നല്ല സുഖമില്ലാത്ത എൻ്റെ ഇളയ മകൻ്റെ പേരിലുള്ള ട്രസ്റ്റാണ്. അവന് ലഭിക്കുന്ന കുടുംബ സ്വത്തിൽ നിന്നും ട്രസ്റ്റിന് ലഭിക്കുന്ന സംഭാവനകളിൽ നിന്നും ഇതിനുള്ള തുക കണ്ടെത്താനാണ് ആഗ്രഹിക്കുന്നത്. 700 പേർക്ക് ഒരു മാസം 1000 രൂപ വെച്ച് മാസം 7 ലക്ഷം രൂപ വെച്ച്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 27-ാം തീയതി 3 മണിക്ക് കോതമംഗലം മെത്രാൻ ജോർജ് നടത്തിക്കൊണ്ടു. ജോമോൻ ജോസഫ് ജോക്കുട്ടൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം 27-ന് നടക്കുമെന്ന് PJ ജോസഫ് MLA തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ മണ്ഡലത്തിലെ 700 പാലിയേറ്റീവ് രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകും. ആദ്യഘട്ടത്തിൽ 84 ലക്ഷം രൂപ വകയിരുത്തിയതായി ട്രസ്റ്റ് ചെയർമാൻ PJ ജോസഫ് അറിയിച്ചു. തന്റെ 4 മക്കളിൽ ഒരാൾക്ക് ചില വൈകല്യങ്ങളുള്ളയാളാണ്. ജോക്കുട്ടനുള്ള കുടുംബ സ്വത്തുക്കളിൽ നിന്നും മറ്റുമാണ് ട്രസ്റ്റിനുള്ള പണം കണ്ടെത്തുന്നത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ 1500ഓളം പാലിയേറ്റീവ് രോഗികളുണ്ട്. ഇതിൽ 700 പേർ നിത്യചെലവിന് വകയില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ്. ഇവരെ സഹായിക്കുന്നതിനായി കനിവ് എന്ന പദ്ധതി ജോമോൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നടപ്പാക്കുകയാണ്. പ്രതിമാസം 1000 രൂപ വീതം ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് കനിവ് പദ്ധതിയിലൂടെ. ട്രസ്റ്റിന്റെ ഉദ്ഘാടനം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് പാരിഷ് ഹാളിൽ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തേനീച്ച കർഷകർ പ്രതിസന്ധിയിലാണെന്ന് കേരളം ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. തേനീച്ച കർഷകരെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഉടുമ്പന്നൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റി നിരവധി കർഷകർക്ക് തേനീച്ച വളർത്തൽ പരിശീലനം നൽകി ആയിരക്കണക്കിന് തേനീച്ച കോളനികൾ വിതരണം ചെയ്തിട്ടുള്ളതാണ്. ഹണി മിഷൻ പദ്ധതിയുടെ ഭാഗമായി 3000-ൽ പരം കോളനികൾ പട്ടികജാതി പട്ടികവർഗത്തിന് മാത്രമായി വിതരണം ചെയ്തിട്ടുണ്ട്. 2018-ൽ തേനീച്ച വളർത്തൽ കൃഷിയായി ഗവൺമെന്റ് അംഗീകരിക്കുകയുണ്ടായി. ഇത് നിരവധി തൊഴിൽ രഹിതരായ യുവാക്കൾ ഈ രംഗത്തേക്ക് വരുന്നതിന് കാരണമായി. ഈ വർഷമുണ്ടായ പ്രളയത്തെ തുടർന്ന് നിരവധി തേനീച്ച കോളനികൾ ഒഴുക്കിൽപ്പെട്ടു, അല്ലാതെയും നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ തേൻ ഉൽപാദനകാലമായ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും കാലം തെറ്റി വന്ന വേനൽമഴയും കാരണം സംസ്ഥാനത്ത് വ്യാപകമായി തേൻ ഉൽപാദനം കുറഞ്ഞിട്ടുള്ളതും ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ചും കർഷകർക്ക് നാമമാത്രമായ തേൻ ഉൽപാദനമേ ലഭിച്ചിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ തേനീച്ച കർഷകരെ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അതുപോലെ സാങ്കേതിക വിദ്യ
കായിക അധ്വാനവും വളരെ കുറവുണ്ട്. അതുകൊണ്ട് ഇത് ആർക്കും ചെയ്യാം, ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു തൊഴിലാണ്. അങ്ങനെ ഇത് ശരിയായ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത് ഇത്തവണത്തെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തേനീ ഉൽപ്പാദനത്തിന് വളരെയധികം കുറവ് സംഭവിച്ചുകൊണ്ട് തേനീച്ച കർഷകർക്ക് ആ വളരെ വിഷമിക്കുകയാണ്. വളരെയധികം നഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ രീതിയിലുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് ഇവയെ നിലനിർത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കേരള ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ TM സുഗതൻ, സെക്രട്ടറി TK രവീന്ദ്രൻ, മെമ്പർ MI സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് ഘടിപ്പിച്ച് PJ ജോസഫ് കേരള കോൺഗ്രസിന് 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി. തനിക്ക് ലോക്സഭയിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് 2 സീറ്റിൽ നിന്ന് പിന്നോട്ടില്ല. രാഹുൽ ഗാന്ധിയെ ആവശ്യം അറിയിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PJ ജോസഫ്. തെരഞ്ഞെടുപ്പിൽ കോട്ടയം, ഇടുക്കി, ചാലക്കുടി സീറ്റുകളാണ് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. ആര് മത്സരിച്ചാലും 20 സീറ്റിലും UDF ജയിക്കും. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ച നാളെ കൊച്ചിയിൽ നടക്കാനിരിക്കെയാണ് PJ ജോസഫിന്റെ പ്രതികരണം. ഇന്ന് കേരള കോൺഗ്രസ് യോജിച്ച കേരള കോൺഗ്രസ് 2 സീറ്റുകളും ഉണ്ടായിരുന്നു. പാർട്ടി പിന്നിച്ച് 2 വയസ്സായപ്പോൾ 2 മുന്നണിയിൽ ഓരോ സീറ്റ് യോജിച്ച പശ്ചാത്തലത്തിൽ ഐക്യജനാധിപത്യം ഉണ്ടെങ്കിൽ 2 സീറ്റ് കിട്ടേണ്ടതെന്നാണ്. 84-ൽ കേരള കോൺഗ്രസിന് 3 സീറ്റുള്ളപ്പോൾ ലീഗിന് അന്നും 2 സീറ്റുണ്ട്. 77-ൽ കേരള കോൺഗ്രസ് 2 സീറ്റ്, അന്നും ലീഗിൽ 2 സീറ്റുണ്ട്. അപ്പോൾ വേറെ പാർട്ടികളുമായിട്ട് കമ്പയറിയുണ്ട്. അപ്പോൾ ഈ 2 സീറ്റ് കിട്ടണമെന്നുള്ള ആവശ്യം ന്യായമായിട്ടുള്ളതാണ്. അതിന് ഉന്നയിക്കുന്നു. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പഴയ മുഖദ്വാരത്തിൻ്റെ ഭാഗമായ ചാലക്കുടിയോ വേണമെന്നാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുന്നിലാണ് അവതരിപ്പിച്ചത്. ലോക്കലായിട്ട് ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചർച്ച നാളെ ആരംഭിക്കുന്നതും ജയസാദ് 20 സീറ്റിൽ ഐക്യജനാധിപത്യം ജയിക്കുന്ന ഘട്ടത്തിലാണ്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഭിന്നശേഷി സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 27/2/2019 ബുധൻ രാവിലെ 9:30 മുതൽ 1 മണി വരെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ബോധവൽക്കരണ സെമിനാർ നടത്തുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D ദേവസ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കരിമണ്ണൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറും അഡ്വക്കേറ്റ് കെന്നഡി M ജോർജും സെമിനാർ നയിക്കും. കഞ്ചാവുമായി യുവാവ് പിടിയിലായി. ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ബോഡിമെട്ട് പൂപ്പാറ റോഡിൽ വാഹന പരിശോധന നടത്തിവരവെയാണ് തൊടുപുഴ താലൂക്ക് കുടയത്തൂർ വില്ലേജ് വെങ്കിട്ട കീറ്റിലക്കര കരയിൽ ഇടക്കാട്ട് വീട്ടിൽ മാധവൻ മകൻ 38 വയസ്സുള്ള കുഞ്ഞി എന്നറിയപ്പെടുന്ന അനൂപ് എന്നയാളെ ഉദ്ദേശം 1/2 കിലോ കഞ്ചാവുമായി പിടികൂടിയത്. മൂലമറ്റം കുടയത്തൂർ തൊടുപുഴ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. കരിമണ്ണൂർ മുരിങ്ങമറ്റം കുടുംബയോഗ വാർഷികം ഹോളി ഫാമിലി LP സ്കൂൾ ഹാളിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. ഫാദർ ജോൺ മുരിങ്ങമറ്റത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോൺ ഇലഞ്ഞേടത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ വിനീത് മേക്കൽ, സിസ്റ്റർ അൻസിയ MSJ, ജോളി മുരിങ്ങമറ്റം, ജോസഫ് ജോൺ, മാത്യു ജോൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരിയാർ കയ്യേറി സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മിക്കുന്നതായി പരാതി. ഏലപ്പാറ പഞ്ചായത്തിലെ 8ാം വാർഡിൽപ്പെട്ട ഹെലിബ്രിയ 1ാം നമ്പറിലാണ് പാലാ സ്വദേശിയായ സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മിക്കുന്നത്. പെരിയാർ കയ്യേറി സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മിക്കുന്നതായി പരാതി. ഏലപ്പാറ പഞ്ചായത്തിലെ 8ാം വാർഡിൽപ്പെട്ട ഹെലിബ്രിയ 1ാം നമ്പറിലാണ് പാലാ സ്വദേശിയായ സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് അംഗം മോനിച്ചൻ ആലാമ്പള്ളി ഉൾപ്പെടെയുള്ളവർ പരാതി അറിയിച്ചിട്ടും നിർമ്മാണം തടയാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല. പെർമിറ്റ് ഇല്ലാതെയാണ് നിർമ്മാണം. 6ന്റെ ഉടമസ്ഥാവകാശമുള്ള റവന്യൂ വകുപ്പും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. പട്ടയമോ മറ്റ് നിയമപരമായ രേഖകളോ ഇല്ലാത്ത ഭൂമിയാണിത്. 6ന്റെയും റോഡിന്റെയും നിയമപരമായ പുറമ്പോക്ക് കണക്കാക്കിയാൽ 1 ഇഞ്ച് പോലും ഭൂമി ഉണ്ടാകില്ല. ഇവിടെയാണ് 3 നിലയുള്ള റിസോർട്ട് നിർമ്മിക്കുന്നത്. ഈ റിസോർട്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഏലപ്പാറ പഞ്ചായത്തിന്റെ 9ാം വാർഡിന്റെ ഏലപ്പാറ പഞ്ചായത്ത് ബൗണ്ടറി വാർഡെടുത്ത ഏരിയയാണ്. ഈ പഞ്ചായത്ത് ഈ റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്ന അനധികൃതമായിട്ടാണ്. പഞ്ചായത്തിന് യാതൊരു പേപ്പറുകളോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പേപ്പറുകളോ മറ്റ് യാതൊരു അനുമതി പത്രങ്ങളും കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ചും ഇവിടെ ആറ്റ് പുറമ്പോക്കാണ്. ഇവിടെ പഞ്ചായത്ത് പട്ടയഭൂമിയല്ല. ഇവിടെ കഴിഞ്ഞ വെള്ളപ്പൊക്കക്കാലത്ത് ഇതിന്റെ 3/4 ഭാഗവും വെള്ളം മൂടിപ്പോയ ഏരിയയാണ്. ഇതിന്റെ എക്സ്റ്റൻഷനായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പേപ്പറുകളും പഞ്ചായത്തിന് കൊടുത്തിട്ടുമില്ല. അനധികൃതമായിട്ടാണ് ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 1ാം നിലയോട് ചേർന്നുണ്ടായിരുന്ന ശുചിമുറിയും വിശ്രമ സ്ഥലവും കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചുപോയിരുന്നു.
തേങ്ങാക്ക ശാന്തിപ്പാലം റോഡിന് അഭിമുഖമായി നിർമ്മിച്ച റിസോർട്ടിൻ്റെ രണ്ടാം നില വരെ വെള്ളം കയറുകയും ചെയ്തിരുന്നു. നീരൊഴുക്കിൽ നിന്നും 15 മീറ്റർ ഒഴിവാക്കിയേ ഏത് നിർമ്മാണവും നടത്താവൂ എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. പ്രളയശേഷം ഇത് കർശനമായി പാലിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ പെരിയാർ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിസോർട്ടിന്റെ 1-ാം നിലയോട് ചേർന്നുള്ള ഭാഗങ്ങൾ സംരക്ഷിക്കാൻ വീണ്ടും പെരിയാറിന്റെ 4 മീറ്ററോളം കയ്യേറി കല്ലുകയ്യാല നിർമ്മിക്കുകയാണ് സ്വകാര്യ വ്യക്തി. BBC ന്യൂസിനു വേണ്ടി രാജേഷ് വിളയിൽ, ഉപ്പുതറ. യൂത്ത് കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃപേഷ് ശരത്ലാൽ അനുസ്മരണവും പ്രതിഷേധ ജ്വാല തെളിയിക്കലും നടന്നു. കരിമണ്ണൂരിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബി തോമസ് കുന്നുംപുറം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ സിബി കുഴിക്കാട്ട്, INTUC മണ്ഡലം പ്രസിഡന്റ് TK നാസർ, ജോജോ ജോസഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഫാറൂഖ് കുടിയാനിക്കൽ, ജിബിൻ ജോർജ്, ബാവാസ് നാസർ, ജോർജ് ഫ്രാൻസിസ്, ടോമി കുരുട്ടുകുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട കൊടിയേരി, നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക. കേരളത്തില് എത്ര സുഹൈബുമാരെയും എത്ര ശരത്ലാൽമാരെയും കമേഷുമാരെയും നിങ്ങൾക്ക് കൊന്നെടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ അവരുയർത്തിയ ആദർശങ്ങൾ, അവരുയർത്തിയ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളെയോ ആദർശങ്ങളെയോ ഇല്ലായ്മ ചെയ്യുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ നിങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാലും സാധിക്കുകയില്ല. നിങ്ങൾ ശ്രമിച്ചല്ലോ. ബംഗാളിലും ത്രിപുരയിലും ഇതേ നിലപാടുകൾ സ്വീകരിച്ചവരാണ്. എത്രയോ കാലമായി 35 വർഷക്കാലം തുടർച്ചയായി ബംഗാൾ ഭരിച്ചു. എന്നാൽ ഇന്ന് ബംഗാളിന്റെ അവസ്ഥ എന്താണ്? ബംഗാളില് പേരിന് പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയില്ലേ? ത്രിപുരയുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? സഖാവ് പിണറായി വിജയൻ, നിങ്ങളൊരു കാര്യം ഓർക്കണം. നിങ്ങളായിരിക്കരുത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി. അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുവാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 15-ാം വാർഡിൽ മൈലപ്പുഴ IHDP കോളനിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾ 18ഓളം തൊഴിലാളികളാണ് അംഗൻവാടി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുവാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 15-ാം വാർഡിൽ മൈലപ്പുഴ IHDP കോളനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്തെത്തിയത്. 18ഓളം തൊഴിലാളികളാണ് അംഗൻവാടി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നിർമ്മിക്കുന്ന അംഗൻവാടിക്ക് 5 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളല്ലാത്ത നിരവധി ആളുകളും അംഗൻവാടിക്ക് സ്വന്തമായ ഒരു കെട്ടിടത്തിനും നാടിന്റെ വികസനത്തിനുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇതിനെല്ലാം പൂർണ്ണ പിന്തുണയുമായി വാർഡ് മെമ്പർ സജീവൻ തേനിക്കാക്കുടിയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം പണിയെടുത്ത് വാർഡിന്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങിയതും ജനങ്ങളിൽ ആവേശമുണർത്തി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന് 18 വാർഡുണ്ടെങ്കിലും 15-ാം വാർഡിന് മൈലപ്പുഴ IHDP കോളനിക്ക് ലഭിച്ചിട്ടുള്ള ഈ അംഗൻവാടിയുടെ നിർമ്മാണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ എൻ്റെ തൊഴിലാളികളെല്ലാം വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തൊഴിലാളികൾ നമ്മളോട് സഹകരിക്കുന്നു. അതോടൊപ്പം തന്നെ തൊഴിൽ ഇല്ലാത്ത ആളുകൾ പോലും, അസ്റ്റോളില്ലാത്ത ആളുകൾ പോലും ഈ അംഗൻവാടിയുടെ നിർമ്മാണത്തിന് വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്നു. അവരുടെ നിർലോഭമായ സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അംഗൻവാടിയുടെ പണി പൂർത്തീകരിച്ച് ഗവൺമെന്റിന് സമർപ്പിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂളിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ വികസന പദ്ധതിയിലുള്ള ഫണ്ട് ഉപയോഗിച്ചുള്ളതാണ് എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തൊടുപുഴ നഗരസഭ സ്കൂളുകളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ചെറിയ സ്കൂളിന് ഇത്രയും നല്ല ഒരു ഓഡിറ്റോറിയം പണിയുന്നതിനുള്ള സാമ്പത്തിക സഹായം അനുവദിച്ചു എന്നുള്ളത്. 3 വർഷങ്ങൾക്ക് മുൻപ് 23 കുട്ടികളുണ്ടായിരുന്ന സ്കൂള് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുകയും അതിലുപരിയായി നല്ല അധ്യാപകന് മികച്ച അധ്യാപനം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് ഏതാണ്ട് 73 കുട്ടികൾ എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്നതിൻ്റെ 3 മടങ്ങ് കുട്ടികൾ ഇന്ന് ഈ സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളത്
ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇവിടുത്തെ അധ്യാപകര് സ്കൂളിനെ നന്നായി പരിപാലിക്കുന്നു എന്ന് പറയുമ്പോൾ നന്നായിട്ട് കുട്ടികളെ നോക്കുന്നു. അവരുടെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സ്വഭാവ രൂപവൽക്കരണം, അവരുടെ പഠനം, അവർ പഠിച്ച് എല്ലാ നിലയിലും വളരണമെന്ന ആഗ്രഹത്തോടു കൂടി അവരുടെ വ്യക്തിത്വ വികസനം, അക്ഷര ശുദ്ധിയോടെ സംസാരിക്കാനും എഴുതാനും എല്ലാം അവരെ പഠിപ്പിക്കുന്നുണ്ട്. മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല ഷാജി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ PA ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലയിൽ പ്രളയ ദുരിതത്തിൽ കഴിയുന്നവരെ സഹായിക്കുന്നതിനായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ ദുരിതാശ്വാസ വിതരണം നടന്നു. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഫണ്ട് വിതരണം ചെയ്തത്. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഉത്രം റെസിഡൻസിയിൽ നടന്ന വിതരണ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് നിർവഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MS മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് വലിയൊരു ദുരന്തത്തിൽ നമ്മളെല്ലാവരും പെട്ടത്. ആ ദുരന്തം നമുക്ക് മുൻകൂട്ടി അറിയുമായിരുന്നില്ല. വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള ദുരന്തത്തിന്റെ ഫലമായി വീട് വിട്ട് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ള ക്യാമ്പുകളിൽ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടായി. എല്ലാ വിളകളും നഷ്ടപ്പെട്ടവരും ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരും ഒട്ടേറെയാണ്. വീടുകൾ ഭാഗികമായും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ വളരെയധികമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട് ഒടുതുടിക്കും വെറുതുടി പോലും ഇല്ലെന്ന് പറയുന്ന രീതിയിൽ വെള്ളപ്പൊക്കം ഞങ്ങളെ ബാധിക്കില്ലെന്ന് കരുതിയ വീടുകളിലടക്കം പെട്ടെന്ന് വന്നതിന്റെ വെളിച്ചത്തിൽ സ്ഥലമിടേണ്ടി വന്ന ദാരുണമായ സ്ഥിതിയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സന്ദർഭത്തിൽ അടിയന്തരമായി അവരെ സഹായിക്കേണ്ട ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഘടകങ്ങൾ, പോഷക ഘടകങ്ങൾ എല്ലാ ക്യാമ്പുകളിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തത്. ജനറൽ സെക്രട്ടറി AM ഹാരിദ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ നിരീക്ഷകനുമായ PM സാദിഖലി, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KMA ഷുക്കൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗുരു ചൈതന്യ ട്രസ്റ്റ് 12ാമത് വാർഷിക പൊതുയോഗം നടന്നു. ചേലച്ചുവട് രഘു പുൽക്കയത്തിന്റെ വസതിയിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗുരു ചൈതന്യ ട്രസ്റ്റ് 12ാമത് വാർഷിക പൊതുയോഗം നടന്നു. ചേലച്ചൂട് പുൽക്കയത്തിൽ രഘുവിന്റെ വസതിയിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് VK കമലാസനൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 4, 5, 6 വാർഡുകൾ കേന്ദ്രീകരിച്ച് 20 കുടുംബങ്ങളാണ് ട്രസ്റ്റ് അംഗങ്ങൾ. പട്ടിണിയില്ലാത്ത ചേലച്ചൂട് എന്ന പദ്ധതിക്ക് തുടക്കമിട്ട് നെൽകൃഷി 100% ഏക്കർ കണക്കിന് സ്ഥലത്ത് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജൈവ കൃഷി ചെയ്യുന്നുമുണ്ട്. വാർഷിക പൊതുയോഗത്തിൽ മഞ്ഞപ്പാറയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മുണ്ടനാനിയിൽ ലാലുവിന്റെ ജീവൻ രക്ഷിച്ച നിർമ്മല രാജുവിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. KV ദാമോദരൻ, സിജു TT, സാജു ഇടപ്പറമ്പിൽ, ബിജി കണ്ടത്തുവിളിയിൽ, PK മോഹൻദാസ്, VK പ്രകാശ്, രഘു പുൽക്കയത്ത്, VS മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ട്രസ്റ്റ് കുടുംബാംഗങ്ങൾക്ക് റിജികുമാർ നളന്ത ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കഞ്ഞിക്കുഴി. ശരത് ലാൽ, കൃപേഷ് എന്നിവരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ KSU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
ബിസിനസ് വാർത്തകൾ. ടീ ടൈം സ്റ്റോർ തൊടുപുഴ വെങ്ങലൂർ സിഗ്നൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ സി കെ ജാഫർ, കൗൺസിലർമാരായ കെ കെ ഷിംനാസ്, ടി കെ സുധാകരൻ നായർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചായയുടെ വിവിധ രുചികൾ, പ്രീമിയം ഷെയ്ക്കുകൾ തുടങ്ങിയവ ആസ്വദിക്കാനുള്ള അവസരമാണ് ടീ ടൈം സ്റ്റോർ ഒരുക്കിയിരിക്കുന്നത്. ആന്ധ്രയിലെ ചായ രുചിക്കൂട്ടുകളാണ് ടീ ടൈം സ്റ്റോറിന്റെ പ്രത്യേകത. മാതാ ഹോമിയോ ക്ലിനിക് ആൻഡ് റിസർച്ച് സെന്റർ തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുകൾവശം IMA റോഡിൽ കാലിക്കറ്റ് കോളേജ് ബിൽഡിംഗിൽ മാതാ ഹോമിയോ ക്ലിനിക്കിന്റെ വെഞ്ചരിപ്പ് ടൗൺപള്ളി വികാരി ഫാദർ ജിയോ തടിക്കാട്ട് നിർവഹിച്ചു. ഹോമിയോ ചികിത്സാ രംഗത്ത് 28 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ ജോസ് ജോർജ് ചെമ്പകശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. വിട്ടുമാറാത്തതും പഴകിയതുമായ രോഗങ്ങൾ, അലർജി, ആസ്മ, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ, പ്രമേഹം, രക്തസമ്മർദ്ദം, വിളർച്ച, കൊളസ്ട്രോൾ, തൈറോയിഡ്, അൾസർ, പൈൽസ് തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കും മാതാ ക്ലിനിക്കിൽ ചികിത്സ ലഭ്യമാണ്. ഡോക്ടർ സിസ്റ്റർ സുരഭിരിയുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 7 വരെയാണ് പ്രവർത്തന സമയം. ചരമവാർത്തകൾ. മുതലക്കടം കല്ലിങ്കക്കുടിയിൽ ചൊള്ളാമടം കുടുംബം പരേതനായ മാത്യുവിന്റെ മകൻ രാജു മാത്യു 50 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് വസതിയിൽ ആരംഭിച്ച് മുതലക്കടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. മാതാവ് മറിയക്കുട്ടി തൊടുപുഴ പാലംകുന്നേൽ കുടുംബാംഗം, ഭാര്യ മോളി നഴ്സ് സൗദി, നാരകക്കാനം നെല്ലിക്കുന്നേൽ കുടുംബാംഗം, മകൾ ദിയ രാജു +2 വിദ്യാർത്ഥിനി, SJHSS കരിമണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതലക്കടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും LDF വിജയിച്ചു. 1000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവർ വിജയിച്ചത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് കനിവ് എന്ന പേരിൽ മാസം 1000 രൂപ വീതം നൽകുവാനുള്ള ഉത്തരവാദിത്തം ജോമോൻ ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തതായി ട്രസ്റ്റ് ചെയർമാൻ PJ ജോസഫ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കർഷകർ പ്രതിസന്ധിയിലാണെന്ന് കേരളം ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. തേനീച്ച കർഷകരെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ പ്രളയ ദുരിതത്തിൽ കഴിയുന്നവരെ സഹായിക്കുന്നതിനായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ ദുരിതാശ്വാസ വിതരണം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പെരിയാർ കയ്യേറി സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മിക്കുന്നതായി പരാതി. ഏലപ്പാറ പഞ്ചായത്തിലെ 8ാം വാർഡിൽപ്പെട്ട ഹെലിബറിയ 1ാം നമ്പറിലാണ് പാലാ സ്വദേശിയായ സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.